കണ്ണീരിന്റെയും നോവിന്റെയും 1 വർഷവും 6 മാസക്കാലവും. സ്വന്തം മകൾ കാമുകനൊപ്പം ചേർന്ന് ചമച്ച വ്യാജ പോക്സോ കേസിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഒരച്ഛൻ. 17 വർഷം പട്ടിണി അറിയിക്കാതെ പോറ്റി വളർത്തിയതിന് കൊടുത്ത പ്രതിഫലം 1.5 വർഷത്തെ ജയിൽവാസം. ഒടുവിൽ പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാനാകാതെ വന്നതോടെ കോടതി ആ പിതാവിനെ വിട്ടയച്ചു. പറഞ്ഞു വന്നത് സിനിമാ കഥയൊന്നുമല്ല, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. ഇടുക്കി ജില്ലയിൽ ഉപ്പുതുറയിൽ നടന്ന കണ്ണില്ലാ ക്രൂരത. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവാവുമായി 17കാരി പ്രണയത്തിലായി. ഇതറിഞ്ഞ് ഫോൺ വാങ്ങി വെച്ചതിന് സ്വന്തം അച്ഛനെതിരെ കാമുകനൊപ്പം ചേർന്ന് പോക്സോ കേസ് കൊടുത്ത ആ മകൾ, അവളുടെ ആ കൊടും ചതി കാരണം 1 വർഷവും 6 മാസവുമാണ് ആ നിർഭാഗ്യവാനായ പിതാവ് ജയിലിൽ നരകയാതന അനുഭവിച്ചത്. വ്യാജപരാധികൾ മൂലം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. അയൽവാസിയായ പെൺകുട്ടിയുടെ പരാതിയിൽ 82 ദിവസം ജയിലിൽ കിടന്ന ബാലുശ്ശേരിക്കാരനായ മമ്മദ്, പത്തനംതിട്ടയിൽ സഹപാഠിയുടെ വ്യാജ പരാതിയിൽ അറസ്റ്റിലായ ചെറുപ്പക്കാർ, 2ാം ഭാര്യ പ്രായപൂർത്തിയാകാത്ത മകളെ ഉപയോഗിച്ച് നടത്തിയ വ്യാജ പരാതിയിൽ ജയിലിലായ വയനാട്ടുകാരൻ, പഠിപ്പിച്ച കുട്ടികൾ തനിക്കെതിരെ കൊടുത്ത പോക്സോ കേസിൽ ജയിലിൽ കഴിഞ്ഞ മാഷ്. ഇങ്ങനെ പോകുന്നു കേരളത്തിലെ വ്യാജ പരാതികൾ. പോക്സോ നിയമം അനിവാര്യമാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ സംരക്ഷണം വേണം. എന്നാൽ കുട്ടികളെ സംരക്ഷിക്കാനായി ഉണ്ടാക്കിയ പോക്സോ നിയമം ചില സമയങ്ങളിൽ ദുരുപയോഗപ്പെടുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. തെളിയിക്കപ്പെടാത്ത ഒരു ആരോപണം കൊണ്ട് ഒരു നിരപരാധിയുടെ ജീവിതം തകർക്കപ്പെടാതിരിക്കാനും നിയമവ്യവസ്ഥയ്ക്ക് കഴിയേണ്ടതില്ലേ? കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിനൊപ്പം നിരപരാധിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. നീതി എന്നത് കുറ്റവാളിക്ക് ശിക്ഷ നൽകുന്നത് മാത്രമല്ല, നിരപരാധിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരികെ നൽകാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതാണ്. പോക്സോ ആക്ടിലെ സെക്ഷൻ 22(1) പ്രകാരം ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിനോ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ വേണ്ടി മനഃപൂർവ്വം വ്യാജ പരാതി നൽകുകയോ വ്യാജ വിവരം നൽകുകയോ ചെയ്താൽ 6 മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരും. വ്യാജ പരാതി നൽകിയാൽ ശിക്ഷയുണ്ടെന്ന നിയമം വ്യക്തമാക്കിയിരിക്കെ അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്?